ജസ്പേഡ് റിയൽ എസ്റ്റേറ്റിൻ്റെ സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാമിംഗ് വയനാട് പുൽപ്പള്ളി പാടിച്ചിറയിൽ ആരംഭിച്ച ഈയൊരു ചന്ദന കൃഷി കാണേണ്ടത് തന്നെയാണ്. കാരണം കഴിഞ്ഞ 1.5 വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു സാൻഡൽവുഡ് പ്ലാന്റേഷൻ പ്രൊജക്റ്റിൻ്റെ ഇന്നത്തെ ഈ ഒരു വളർച്ചാ നിരക്ക് കാണുമ്പോൾ അതിശയിക്കപ്പെടും. കാരണം കേവലം 1.5 മാസം കൊണ്ട് തന്നെ ഒരു 9 അടി 10 അടിയോളം ഹൈറ്റിലേക്ക് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ചന്ദനമരത്തിൻ്റെ ചൂടിൻ്റെ വണ്ണം ഒന്ന് നോക്കി. ഇവിടെ ഞാനൊരു കൈ കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്താത്ത വരുമോ, ഏകദേശം ഒരു 24ഓളം സെൻറ്റിമീറ്റർ ചുറ്റളവോട് കൂടിയിട്ട് വളർന്നു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, സ്വകാര്യ ഭൂമിയിൽ ചന്ദനം നട്ടു വളർത്താം, അത് മുറിക്കേണ്ടത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അനുവാദത്തോടു കൂടി. പക്ഷേ 50 സെൻറ്റിമീറ്റർ ചുറ്റളവായിട്ടുള്ള മരങ്ങളാണ് മുറിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ 24ഓളം സെൻറ്റിമീറ്റർ ചുറ്റളവുള്ളൊരു മരം 50 സെൻറ്റിമീറ്റർ ചുറ്റളവാകാൻ ഒരു 4 വർഷം മതി, അല്ലെങ്കിൽ 5 വർഷം മതി. പക്ഷേ കുറച്ചും കൂടി കാതൽ ഫോം ചെയ്യാൻ കുറച്ചും കൂടി ടൈം എടുക്കും. ഒരു 10 മുതൽ 15 വർഷം കൊണ്ട് ഒരു 10% കാതൽ കിട്ടിയാൽ തന്നെ, ഏകദേശം ഇന്നത്തെ വില വെച്ച് നോക്കിയാൽ തന്നെ ഒരു 4-5 ലക്ഷം രൂപ വരെ ലഭിക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ലൊരു പ്രൊജക്റ്റ്. പക്ഷേ ഈ വിലയായിരിക്കില്ല അടുത്ത 5 വർഷം കഴിഞ്ഞാലും 10 വർഷം കഴിഞ്ഞാലും 15 വർഷം കഴിഞ്ഞാലും നമുക്ക് ലഭിക്കുക. ഏകദേശം 1 കിലോ ചന്ദനത്തിന് 1 ലക്ഷം രൂപ വരെ മറികടക്കാനുള്ള സാധ്യതയാണ് ഇന്നത്തെ ഈ ഒരു ലെവലിലെ ചന്ദനത്തിൻ്റെ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. IWSTയുടെ പഠനങ്ങളുണ്ട്. ചന്ദനത്തിനെ നമുക്ക് സമുദ്രനിരപ്പിൽ നിന്നും 700 മീറ്ററിന് മുകളിലൊക്കെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നല്ല കാതലുള്ള ചന്ദനമരങ്ങൾ നമുക്ക് മുറിക്കാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ വയനാട് എന്ന് പറയുന്ന 700 മീറ്ററിന് മുകളിലുള്ള ഈ ഒരു സ്ഥലത്ത് വളരെ നല്ല കാലാവസ്ഥയും ഏറ്റവും ഫലഭൂഷ്ടമായിട്ടുള്ള നല്ലൊരു ബ്ലാക്ക് സോയിലുമാണ്. അപ്പോൾ ചന്ദന കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ജസ്പേഡ് റിയൽ എസ്റ്റേറ്റിൻ്റെ ഈ ഒരു സാൻഡൽവുഡ് പ്ലാന്റേഷനിൽ നമുക്കും ഒരു 5 സെൻറ്റ് ലാൻഡ് ആധാരം ചെയ്ത് നമ്മുടെ പേരിൽ വാങ്ങിക്കൊണ്ട് ഒരു 5 കോടിക്ക് മേലെ സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റുന്ന അവസരം. പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലാണ് ഓർമ്മ വരുന്നത്, സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. മറക്കണ്ട, വിളിക്കേണ്ട നമ്പർ താഴെ.